വളരെയേറെ ആൾക്കാരിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്നതും പലപ്പോഴും ദാമ്പത്തിക ബന്ധം പോലും തകരുന്നതുമായ രോഗങ്ങളാണ് സെക്സോളജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മളോട് അറിവ് പകരാൻ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ മുൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിരുന്ന ഡോക്ടർ കെ പ്രമോദാണ്. ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. വളരെയേറെ ആൾക്കാർക്ക് കഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് ഈ സെക്സോളജിയുമായി ബന്ധപ്പെട്ടത്. പലപ്പോഴും പല രോഗങ്ങൾക്കും പേഷ്യൻസ് ഡോക്ടറെ സമീപിക്കുന്നതിന് പകരം സെക്സോളജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് പൈങ്കിളി മാസികകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലം, വ്യാജന്മാരെ സമീപിക്കുകയും അതിൻ്റെ ഒപ്പമുള്ള പരസ്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരു കാലമാണത്. എന്താണ് ജനങ്ങൾ ഇങ്ങനെ പോകാനുള്ളൊരു കാരണം? ഒന്ന്, സെക്സ് എന്ന് പറയുന്ന വിഷയം തന്നെ വളരെ ഗോപ്യമായി വെച്ചിരിക്കുകയാണ്. മനുഷ്യർക്കത് പുറത്ത് പറയാനായിട്ട് മടിയാണ്. ശരിക്കും ലൈംഗിക പ്രശ്നങ്ങളെ മറ്റേതൊരു രോഗങ്ങളെയും കാണുന്ന പോലെ, ഫോർ എക്സാമ്പിൾ ഒരു ടൈഫോയിഡ് വന്നാൽ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ സമീപിക്കുന്നു. അതേ ലാഘവത്തോടു കൂടി ഡോക്ടേഴ്സിനെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും അത് പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഡോക്ടർ, ആൾക്കാർക്കുള്ള ഒരു മടിയാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ഏതെല്ലാം തരം രോഗികളാണ് ഡോക്ടറെ സാധാരണ സമീപിക്കുന്നത്? പ്രത്യേകിച്ച് ലൈംഗിക പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലംസ് പറയുന്നത്, ഒന്ന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്, 2 ശീഘ്രസ്ഖലനം, 3 അനിജാക്കുലേഷൻ അല്ലെ ഡിലേഡ് ഇജാക്കുലേഷൻ, റിട്ടാർഡ് ഇജാക്കുലേഷൻ എന്നൊക്കെ പറയുന്ന സ്ഖലനം നടത്താൻ പറ്റാത്ത അവസ്ഥ, ഓർഗാസ്റ്റിലെത്താൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് പ്രധാനമായി കോമൺ ആയിട്ട് പുരുഷന്മാരിൽ കാണുന്നത്. ഈ പ്രൈമറി ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തക്കവണ്ണമുള്ള ഉദ്ധാരണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ ഉദ്ധാരണം നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയ്ക്കാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് അനവധി കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേരിലും ഉണ്ടാവുന്നത് ഒരു മനസ്സിൻ്റെ ടെൻഷൻ കൊണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടറാണ്, വളരെ പെർഫോമൻസ് ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. പ്രായമേറിയവരിലാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിസ് മെല്ലിറ്റസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ്. പക്ഷേ ഈ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കത്തിലൊന്നും ആൾക്കാർക്കുണ്ടാകത്തില്ല. 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം ഡയബറ്റിസ് 2 രീതിയിലാണ്. ഒന്ന്, അനിയന്ത്രിതമായിട്ട് വളരെ കൂടുതൽ ഷുഗറിൻ്റെ അളവ് ബോഡിയിൽ വരിക. പിന്നെ ദീർഘകാലമായിട്ട് ഷുഗറുള്ള ആൾക്കാർ, അതിൻ്റെ ഫലമായിട്ട് എൻഡോത്തീരിയൽ ഡിസ്ഫങ്ഷൻ, പെനീസിനകത്തുള്ള കോർപ്പസ് കാവർണോസയിൽ വരികയും രക്തക്കുഴലിനകത്ത് കേടുപാടുകൾ വന്നിട്ട് അത് നിമിത്തം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോവുക. അപ്പോൾ വികസിക്കാനും ചുരുങ്ങാനുമുള്ള ക്ഷമത കുറഞ്ഞു കഴിയുമ്പോൾ ഉദ്ധാരണശേഷിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഡോക്ടർ, ഈ സ്മോക്കിംഗ് പുകവലി പിന്നെ വളരെയധികം ആൾക്കാരിൽ ഉദ്ധാരണക്കുറവും മാത്രമല്ല പ്രത്യുൽപാദന ശേഷിയും നഷ്ടമാകാൻ കാരണമാകുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ, ഹൃദ്രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം പുകവലിയാണ്, ഹാർട്ട് അറ്റാക്കിന്. അപ്പോൾ മൊൺട്രോസി എന്ന് പറയുന്ന ഒരു യൂറോളജിസ്റ്റ് അനവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കണ്ടത് ഈ ഉദ്ധാരണശേഷി കുറവുണ്ടായി അടുത്ത 3 വർഷം മുതൽ 11 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാമെന്നുള്ളതാണ്. അതായത് വരാനിരിക്കുന്ന ഹൃദ്രോഗത്തിൻ്റെ മുന്നോടിയായിട്ട് ഉദ്ധാരണക്കുറവിനെ ഒരു മധ്യവയസ്കരിൽ കാണണമെന്നാണ് പറയുന്നത്. മൊൺട്രോസി ഹൈപ്പോത്തിസിസ് അതാണ് മിക്കവാറും അതുണ്ടാകുന്ന രക്തക്കുഴലിനകത്ത് അത്രോസ്ക്ലോറോസിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ശരീരത്തിലെ എല്ലാ വെസൽസിനും ഉണ്ടാകുന്നത് പോലെ തന്നെ വേറെ എന്തെങ്കിലും തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്കും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് അങ്ങനെ കാണാറുണ്ടോ ഡോക്ടറെ? കുറവാണ്. ഇപ്പൊ സാധാരണ ഏറ്റവും മുഖ്യമായിട്ട് കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ കഴിക്കുന്ന ചില മരുന്നുകൾ, ഈ അറ്റിനലോൾ പോലുള്ള മരുന്നുകൾക്കൊക്കെ പല മരുന്നുകൾക്കും ഉദ്ധാരണശേഷി കുറയ്ക്കും. പലപ്പോഴും കേൾക്കുന്നവരാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരിൽ താല്പര്യം കൂടുതലാണെങ്കിലും പെർഫോമൻസ് മോശമാണ്. ഷേക്സ്പിയർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോൾ പ്രൊവോക്സ് ദ ഡിസയർ ബട്ട് ടേക്സ് അവേ ദ പെർഫോമൻസ്. പ്രൈമറി ഇവാലുവേഷൻ കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യം, അമിത മദ്യപാനം ഉണ്ടെങ്കിൽ അത് നിർത്തുക, പുകയിലയുടെ ഉപയോഗം നിർത്തുക, പിന്നെ ഷുഗറോ അതുപോലുള്ള മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൺട്രോളിലാക്കുക. അതിനുശേഷമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ തുടങ്ങുന്നത്. അപ്പം എന്താണ് ഡോക്ടർ പ്രധാനമായിട്ട് ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പ്രൈമറി ആയിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ? പ്രൈമറി ആയിട്ട് സാധാരണ നമ്മൾ കാണുന്ന കേസുകളിൽ ഒന്ന്, ഈ സൈക്കോജനിക് ഇ ഡി വളരെയധികം കാണുന്നുണ്ട്. മറ്റൊന്ന്, പെനീസിലേക്കുള്ള രക്തസ്രാവം കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, ആർട്ടീരിയൽ ഡിസ്ഫങ്ഷൻ. പിന്നെ ഒന്ന് വീനസ് ലീക്ക്, വീനസ് ഡിസ്ഫങ്ഷൻ വന്നിട്ട് ബ്ലഡ് അതിനുള്ളിൽ പിടിച്ച് നിൽക്കാതെ ലീക്കായിട്ട് ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ. ഇതിലൊക്കെ തന്നെ ഉദ്ധാരണക്കുറവ് ഉണ്ടാവാറുണ്ട്.